ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പുതുറ വിഭവമാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനായിട്ട് 100 ഗ്രാം ബ്രഹ്മസലി എടുത്തിട്ടുണ്ട്. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പൊട്ടറ്റോ വേവിച്ച് ഉടച്ചു വെച്ചേക്കുവാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല. നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തൊക്കെ മല്ലിച്ചീരയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എരിവ് എല്ലാവർക്കും ഇഷ്ടാനുസരണം ഇടുക. അപ്പോൾ നോമ്പ് കാലമൊക്കെയാണ്. ഈ സ്നാക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമുക്കിതിലേക്ക് പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ വേണമെന്ന് നമ്മൾ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഗരം മസാല അല്ലാതൊക്കെ എരിവൊക്കെ നമ്മൾ നോക്കണം. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി അതിനകത്ത് മുളക് പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് അതിനായിട്ടുള്ള മുട്ട മുറിച്ചെടുക്കാം. 2 ആട്ടോ 4 ആട്ടോ ഒക്കെ മുറിക്കാം. ഞാൻ ഇവിടെ 2 ആട്ട് മുറിച്ചാണ് വെക്കുന്നത്. ഇതിനകത്തുള്ള ഫില്ലിങ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ കിഴങ്ങൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ച് അതിലോട്ട് ആഡ് ചെയ്ത് ഈ മുട്ടയിൽ പൊതിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു സ്നാക്കാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്തെടുത്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് സ്വല്പം പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് മുട്ട മാത്രമായാലും മതി, ഞാൻ പാലും കൂടെ ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് മുട്ടയുടെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കിഴങ്ങെല്ലാം ചേർത്ത് വെച്ച മിക്സിങ് നമ്മൾ കയ്യിലിട്ട് കുറേ നല്ലൊരു വലുപ്പത്തിൽ എടുത്തിട്ട് അത് പരത്തിയിട്ടുണ്ട്. മുട്ട നമുക്ക് ഇതിൽ വെച്ച് പൊതിയേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കിഴങ്ങിൻ്റെ ഫില്ലിങ് എടുക്കുക. നമുക്ക് ഇനി ഇതിനകത്തേക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഫുള്ള് നമ്മളിതൊന്ന് കവർ ചെയ്ത് കിട്ടണം. പാലും മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രഹ്മസലിയിലോട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെങ്കിൽ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 1 പ്രാവശ്യം കോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരി എടുക്കണം. ബ്രഹ്മസലിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ബാക്കിയെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിടാം. അപ്പം നമ്മൾ കിളിക്കൂട് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നോമ്പ് സമയമൊക്കെയാണ്, എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.